റൊമാൻസ് സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ 3 പാട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 പാട്ടും ആയൊരു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് വ്യത്യാസം എൻ്റെ ദേഹത്തുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടമാണെങ്കിൽ പാട്ടും ഇഷ്ടമാവും, പടം ഇഷ്ടമാണെങ്കിൽ പാട്ടും ഇഷ്ടമാവില്ല. അപ്പോൾ എല്ലാവരും പടം പോയി കാണുക. എല്ലാം ഗിവ്സ് എ ചാൻസ്. ഐ തിങ്ക് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു. നമ്മുടെ ഈ കൊടക് വെഡ്ഡിംഗ് സോങ് കമ്പോസ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ചാലഞ്ചിങ് ആയിരുന്നു? അതിനർത്ഥമൊക്കെ മനസ്സിലായോ? ഇല്ല, ഇവൻ്റെ കൂടെയുള്ള എല്ലാം ചാലഞ്ചിങ് ആണ്. കുറച്ച് പണിയാണ്, പക്ഷേ ഫൺ. പുതിയ എക്സ്പീരിയൻസ്, പുതിയ ഞാനായിരുന്നു ചെയ്തത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് കുറച്ച് ആൾക്കാരെ കൂടെ നടക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യൻ മാത്രമല്ല നല്ലൊരു സിംഗറും കൂടിയാണ്. സോ ചെറിയൊരു റിക്വസ്റ്റ്, ഗോതേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? ഫ്യൂ ലൈൻസ് പ്ലീസ്. വേണ്ടേ? ഒന്ന് കഴിച്ച് പാസ്സാക്കി. Come on, that's all requested. Please sing a few lines. വളരെയധികം ഫീലോട് കൂടിയാണ് അദ്ദേഹം പാടിയത്. അതുകൊണ്ട് തന്നെ നമുക്കും അത്രയും അധികം ഫീലോട് കൂടി എൻജോയ് ചെയ്യാൻ സാധിച്ചു. Moving on. കൂടെയുള്ള മൂന്നാമത്തെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്ലീസ് താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എഡിജിനോട് മൂന്നാമത്തെ സിനിമയാണ് ജോവാൻജോ 18+, പിന്നെ റൊമാൻസ്. സപ്പോർട്ടാണ് സംഗീതം. അപ്പോൾ എല്ലാവരും പറഞ്ഞ എനിക്ക് എഡിജിനെ നല്ല പരിചയമുണ്ട്. അല്ലാതെ എല്ലാവരും നല്ല പരിചയമുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ, അഭിനയുടെ കൂടെ, എഡിറ്റർ പിന്നെ ഷാജയുടെ കൂടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഒരു ചിൽ ടൈം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമ. ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു ചൂടൊക്കെ ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടമായത്. താങ്ക് യു. സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? പാടുപെട്ടോ? പാടുപെട്ടോ. എനിക്ക് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേർത്തു. പക്ഷെ എന്നാലും ശരിക്കും മാത്യു വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ് എന്താണ് ഈ റൊമാൻസ് ടീം നൽകിയൊരു ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടത്തിന് വേണ്ടി ഈ ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമായി, പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല. താങ്ക് യു സോ മച്ച് മാത്യു. സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്.